മായിദ സൂറത്തിലെ 26-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ജൂതന്മാർക്കെതിരായി ഒളിയമ്പ് ചെയ്യാനും പരദൂഷണം പറയാനും വേണ്ടി അവരുടെ കഥ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കുറേ മണ്ടത്തരങ്ങളാണ് ഇനി 27 മുതൽ ഏതാനും വാക്യങ്ങളിൽ പറയുന്നത്. ഖുർആനിൽ നിന്ന് ഈ വാക്യങ്ങൾ വായിക്കുന്നതിന് മുമ്പായി ഇവിടെ ഉദ്ധരിക്കപ്പെട്ട കഥയുടെ ബൈബിൾ രൂപം ഞാൻ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. തുടർന്ന് ഖുർആനിൽ ആ കഥ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വൈരുദ്ധ്യങ്ങളും മണ്ടത്തരങ്ങളും അയുക്തികതകളുമാണ് ആ കഥയിലും തുടർന്ന് പറയുന്ന കാര്യങ്ങളിലും ഉൾക്കൊണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ബൈബിൾ ഉൽപ്പത്തി കഥയിലെ 4-ാം അധ്യായമാണ് വായിക്കുന്നത്. അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനും ആയിത്തീർന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവങ്ങളിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. എന്നാറേ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്തിന്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടായിരിക്കയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എന്നാറേ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോക എന്നും പറഞ്ഞു. അവൻ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജൻ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജൻ്റെ രക്തം നിന്റെ കൈകളിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ടു ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല, നീ ഭൂമിയിൽ ഉഴലുന്നവനാകും. കയീൻ യഹോവയോട്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു ഭൂമിയിൽ ഉഴലുന്നവനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദേന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവർ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. അപ്പോൾ ബൈബിളിലെ ഈ കഥയനുസരിച്ച് ആദാമിന് 2 ആൺമക്കളാണ് ആദ്യം ജനിച്ചത്, ആബേലും കയീനും. ആബേലിൻ്റെ ജോലി ആടുവളർത്തലും കയീനിൻ്റെ ജോലി കൃഷിയുമായിരുന്നു. അങ്ങനെ കൃഷി ചെയ്തുണ്ടാക്കിയ ചില വിഭവങ്ങൾ യഹോവ എന്ന ദൈവത്തിന് ബലിയായി വഴിപാടായി കൊണ്ടുവന്നു കൊടുത്തു കയീൻ. ആബേലാകട്ടെ അവൻ്റെ ഏറ്റവും നല്ല ആടിൻ്റെ കുറക്, നല്ല മേധസ്സുള്ള കുറക് തന്നെ ആ ദൈവത്തിന് ബലിയായി കൊണ്ടുവന്നു കൊടുത്തു. ദൈവത്തിന് ആട്ടിൻകുറക് ഇഷ്ടപ്പെട്ടു, മറ്റവൻ്റെ പച്ചക്കറി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഈ ആട്ടിൻകുറക് കൊടുത്ത ആബേലിൻ്റെ ബലി മാത്രം ദൈവം സ്വീകരിച്ചു, മറ്റവനെ തിരസ്കരിച്ചു. അപ്പം മറ്റവന് കോപം വന്നു. അങ്ങനെ ആ കോപം കാരണം അവൻ സ്വന്തം സഹോദരനായ ആബേലിനെ കൂട്ടിക്കൊണ്ടുപോയി കൊന്നു. ഇതാണ് ബൈബിളിലെ കഥ. പിന്നെ കയീനോട് ദൈവം അവിടുന്ന് പോകാൻ പറഞ്ഞു. അവൻ വേറെ ഏതോ ഒരു ദേശത്ത് പോയി. അവിടെയുള്ള ആൾക്കാർ ഇവരെ കൊല്ലുമെന്ന് അവൻ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് ഈ ദൈവം പറഞ്ഞു, നിന്നെ കൊല്ലൊന്നുമില്ല, കൊല്ലാതിരിക്കാൻ ഞാൻ ചില അടയാളങ്ങളൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊല്ലാതിരിക്കാനുള്ള അടയാളങ്ങളൊക്കെ കൊടുത്ത് മൂപ്പര് അവിടെ പോയി. അവിടുന്ന് കല്യാണമൊക്കെ കഴിച്ച് അവിടെ കുട്ടികളും മക്കളൊക്കെ ഉണ്ടായി. അവിടെ ഒരു പട്ടണം പണിതു എന്നാണ് ബൈബിളിലെ കഥ. അതേ കഥയിലെ ഈ സംഭവങ്ങൾ ഖുർആനിൽ വിവരിക്കുന്നതാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന 2-3 വാക്യങ്ങൾ. അൽ മായിദയിലെ 27-ാമത്തെ വാക്യം. ആദമിൻ്റെ 2 സന്തതികളുടെ വൃത്താന്തം സത്യസന്ധമായി നീ അവരെ അറിയിക്കുക. അവർ ഇരുവരും ഒരു ബലി അർപ്പിക്കുകയുണ്ടായി. ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചു, മറ്റേയാളുടേത് സ്വീകരിച്ചില്ല. തിരസ്കൃതൻ പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. മറ്റേയാൾ പറഞ്ഞു, ഭയഭക്തിയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. 28. എന്നെ കൊല്ലാനായി നീ എൻ്റെ കൈ നീട്ടിയാലും നിന്നെ കൊല്ലാൻ ഞാൻ നിൻ്റെ കൈ നീട്ടുകയില്ല. സർവ്വലോകനാഥനായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. 29.
എൻ്റെയും നിൻ്റെയും കുറ്റവുമായി നീ മടങ്ങണമെന്നാണു ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നീ നരകക്കാരിൽപ്പെട്ടവനാകണമെന്നും. അതാണ് അക്രമികൾക്കുള്ള പ്രതിഫലം. 30. അങ്ങനെ തൻ്റെ സഹോദരനെ വധിക്കാൻ സ്വമനസ്സ് അവന് പ്രേരണയേകി അവൻ അദ്ദേഹത്തെ വധിക്കുകയും തൽഫലമായി നഷ്ടക്കാരിൽ പെടുകയും ചെയ്തു. ഒടുവിൽ തൻ്റെ സഹോദരൻ്റെ മൃതദേഹം എങ്ങനെ മറവ് ചെയ്യണമെന്ന് അവന് കാണിച്ചു കൊടുക്കാൻ നിലം മാന്തി കുഴിയുണ്ടാക്കുന്ന ഒരു കാക്കയെ അള്ളാഹു അയച്ചു. അവൻ പറഞ്ഞു, അഹോ കഷ്ടം, ഈ കാക്കയെപ്പോലെയെങ്കിലും ആവാനും അങ്ങനെ എൻ്റെ സഹോദരൻ്റെ മൃതദേഹം മറവ് ചെയ്യാനും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ അവൻ ഖേദക്കാരുടെ ഗണത്തിലായി. ഇതാണ് ഖുർആനിലെ കഥ. ബൈബിളിലെ ആയാലും ഖുർആനിലെ ആയാലും ഈ കഥ കേൾക്കുമ്പോൾ മതം വിശ്വസിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു അപാകതയും അവർക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം അവരുടെ യുക്തിചിന്താശേഷി അഥവാ കോമൺ സെൻസിനെ ഓഫാക്കിയിട്ടാണ് ഇത്തരം കഥകൾ വിശ്വസിക്കുന്നത്. നമ്മൾ സാധാരണ ചെറിയ കുട്ടികളോട് അവരുടെ ബാലരമയിലും പൂമ്പാറ്റയിലൊക്കെ വരുന്ന കഥകൾ പറയുകയാണെങ്കിൽ ആ കഥയിൽ സാധാരണഗതിയിൽ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. പക്ഷേ ആ കഥയ്ക്ക് ഉള്ളിൽ തന്നെ യാതൊരു ലോജിക്കുമില്ലാത്ത കഥയാണ് നമ്മൾ പറയുന്നതെങ്കിൽ കൊച്ചു കുട്ടികൾ പോലും ആ കഥയെ ചോദ്യം ചെയ്യും. എന്നാൽ ആ നിലവാരം പോലും ഇല്ലാത്ത വിഡ്ഢിത്തങ്ങളും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും മാത്രം കുത്തി നിറച്ച, വൈരുദ്ധ്യങ്ങൾ കുത്തി നിറച്ച ഒരു ബാലരമക്കഥയുടെ നിലവാരം പോലും ഇല്ലാത്ത ഒരു പൊട്ട കഥയാണ് ബൈബിളിലായാലും ഖുർആനിലായാലും ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അള്ളാഹു ഇങ്ങനെ ശനിയാഴ്ച അത് സൃഷ്ടിച്ചു, വെള്ളിയാഴ്ച മറ്റേത് സൃഷ്ടിച്ചു, തിങ്കളാഴ്ച മറ്റേത് സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഞായറാഴ്ച അതുണ്ടാക്കി, തിങ്കളാഴ്ച അതുണ്ടാക്കി എന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ച് യാതൊരു സംശയവും ഒരു വിശ്വാസിയുടെ മനസ്സിൽ വരുന്നില്ല. അത് ശരിയാണല്ലോ, വെള്ളിയാഴ്ച അപ്പോൾ അതുണ്ടാക്കിയ, ഞായറാഴ്ച മറ്റേ ഉണ്ടാക്കി, ഓക്കെ. മനോരമ കലണ്ടർ നോക്കിയിട്ടാണ് അള്ളാഹു ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാലും വിശ്വാസികൾക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അന്ന് ഞാനൊരു തമാശ പറഞ്ഞിരുന്നു, പ്രപഞ്ചം ഉണ്ടാക്കാൻ ആവശ്യമായ മണലും സിമൻറ്റും ഒക്കെ വാങ്ങാൻ അള്ളാഹു പരപ്പനങ്ങാടി ചന്തയിലാണ് വന്നത് എന്ന് ഈ പുസ്തകങ്ങളിൽ ഈ കഥയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു വിശ്വാസി അതും ചങ്ക് തൊടാതെ വിഴുങ്ങും. അവിടെ പോലും പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് പരപ്പനങ്ങാടി ചന്ത ഉണ്ടോ എന്ന ചോദ്യം പോലും ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരില്ല. കാരണം അങ്ങനെ ഒരു ചോദ്യം കടന്നു വരണമെങ്കിൽ ഈ വിശ്വാസിയുടെ യുക്തി പ്രവർത്തിക്കണം, കോമൺ സെൻസ് വർക്ക് ചെയ്യണം. അത് ഓഫാക്കി വെച്ചാൽ പിന്നെ എന്ത് മണ്ടത്തരവും വെട്ടി വിഴുങ്ങും. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെ ഈ ആദമിൻ്റെ മക്കളുടെ കഥ പറയുന്നിടത്ത് സാമാന്യ ബുദ്ധി കൊണ്ട് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ മുമ്പിലുണ്ട്. ആ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ സഹസ്രാബ്ദങ്ങളോളം ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ഈ പൊട്ടക്കഥ വെട്ടി വിഴുങ്ങി വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം. എന്താണ് ഇവിടെ പറയുന്നത്? ബൈബിളിലെ കഥ അനുസരിച്ചായാലും ഖുർആനിലെ കഥ അനുസരിച്ചായാലും ആദം എന്ന് പറയുന്നത് ആദ്യത്തെ മനുഷ്യനാണ്. അതിനു മുമ്പ് മനുഷ്യരില്ല ലോകത്ത്. കളിമണ്ണ് കൊണ്ട് കുഴച്ച് ഒരു മനുഷ്യൻ്റെ രൂപമുണ്ടാക്കി മൂക്കിലൂതിയിട്ടാണ് ഈ ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് വാരിയെല്ലൂരിയിട്ട് ഒരു ഹവ്വയെയും സൃഷ്ടിക്കുന്നു. അവർ തമ്മിൽ ഇണചേർന്നിട്ടുണ്ടാവുന്ന രണ്ട് മക്കളുടെ കാര്യമാണ് ഇപ്പോൾ ബൈബിളിലും ഇവിടെ ഈ പറഞ്ഞത്. ആബേൽ എന്ന് പറയുന്ന ഒരു മകനും കയീൻ എന്ന് പറയുന്ന ഒരു മകനും, അങ്ങനെ രണ്ട് ആൺമക്കളുണ്ടായി എന്നാണ് ബൈബിളിലും ഖുർആനിലും പറയുന്നത്. ഈ മക്കളിൽ ഒരാൾ കൃഷിക്കാരനായി, ഒരാൾ ആട് മേയ്ക്കുന്ന ആളായി, ആട് വളർത്തുന്ന ആളായി എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, പരപ്പനങ്ങാടി ചന്തയിൽ നിന്നാണ് അള്ളാഹു മണലും സിമൻറ്റും വാങ്ങിയത് പ്രപഞ്ചം ഉണ്ടാക്കാൻ എന്ന് പറയുന്നതും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മനുഷ്യൻ്റെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ നരവംശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ എന്തെങ്കിലും പ്രാഥമികമായ അറിവ് നിങ്ങൾ നേടിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഈ കഥ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയത് എന്നാണ്? മനുഷ്യർ മറ്റു മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് എന്നാണ്? മനുഷ്യർ ദൈവങ്ങളെയൊക്കെ ആരാധിക്കുകയും ബലി അർപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് എന്നാണ്? ഇതൊക്കെ നമ്മൾ നരവംശാസ്ത്രത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചാൽ നമുക്കറിയാം. ഇതൊക്കെ അടുത്ത കാലത്താണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അടുത്ത കാലം എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഇവിടെ ഉണ്ടായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങളായി. പക്ഷേ മനുഷ്യൻ ഈ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് ഒരു 10,000 അല്ലെങ്കിൽ 15,000 വർഷമേ ആയിട്ടുള്ളൂ. മനുഷ്യൻ കൃഷി ചെയ്യാനും കന്നുകാലികളെ വളർത്താനൊക്കെ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് മനുഷ്യർ
നാടോടികളായി കാട്ടിലലിഞ്ഞ് വേട്ടയാടി ജീവിക്കുകയായിരുന്നു ചെയ്തിരുന്നത്, ചെറിയ ചെറിയ വേട്ടക്കൂട്ടങ്ങളായിട്ട്. ഇതിൻ്റെയൊക്കെ കൃത്യമായ തെളിവുകൾ ലഭിച്ചതുകൊണ്ടാണ് മനുഷ്യൻ ഈ കഥയൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ കാലത്ത്. അപ്പോഴാണ് ഇവിടെ ആദ്യത്തെ ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടായ 2 ആൺമക്കളിൽ ഒരാൾ കൃഷി ചെയ്യാൻ പോവുകയാണ്. ട്രാക്ടറൊക്കെ പൂട്ടിയിട്ട് മൂപ്പര് പാടത്ത് പോയിട്ട് കൃഷി ചെയ്യുകയാണ്. മറ്റേ ആൾ ഫാം നടത്തുകയാണ്, ആടിനെയും ഒട്ടകത്തിനെയും കാളേനെയും പോത്തിനെയൊക്കെ വളർത്തുന്ന ഫാം നടത്തുകയാണ്. എന്ന് മാത്രമല്ല, ഈ ദൈവമാകട്ടെ, ദൈവം അന്നത്തെ മനുഷ്യരെ പോലെ തന്നെ മാംസബുക്കാണ്. ദൈവത്തിന് ആട്ടിൻകുറക് കിട്ടിയപ്പോൾ സന്തോഷമായി, മറ്റേ കുമ്പളങ്ങയും ചേനയും കൊണ്ടേ കൊടുത്തപ്പോൾ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. നോക്കൂ നിങ്ങൾ ഈ കഥ. അപ്പോൾ കൃഷി മോശമായ ഒരു തൊഴിലാണെന്നും കൃഷിക്കാർ മോശക്കാരാണ് എന്നും, എന്നാൽ കന്നുകാലി വളർത്തലും മാംസാഹാരമൊക്കെയാണ് മുന്തിയത് എന്നും വിചാരിച്ചിരുന്ന ഒരു ഗോത്ര മനുഷ്യൻ നെയ്തുണ്ടാക്കിയ കഥയിലാണ് ഈ ആട്ടിൻകുറകിന് പ്രസാദിക്കുന്ന ദൈവം പച്ചക്കറിയോ അല്ലെങ്കിൽ ധാന്യങ്ങളോ അല്ലെങ്കിൽ കൃഷി വിഭവങ്ങളോ കൊണ്ടുവരുമ്പോൾ അതിൽ പ്രസാദിക്കാതെ തട്ടിക്കളയുന്നത്. ലോകത്താകെ 2 മനുഷ്യന്മാരും അവരുടെ 2 മക്കളും ഉള്ള ഒരു സമയത്താണ് ആ 2 മക്കൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ബലിയുടെ പേരിൽ പരസ്പരം അസൂയ പൂണ്ട് പരസ്പരം കോപം വന്ന് ഒരാൾ മറ്റേയാളെ കൊല്ലുന്നത്. അസൂയയാണ് കാരണം എന്നാണ് ഇവിടെ പറയുന്നത്. അസൂയ ഉണ്ടാക്കുന്നത് ആരാണ്? ദൈവമാണ് അസൂയ ഉണ്ടാക്കുന്നത്. 4 മനുഷ്യന്മാർ മാത്രമുള്ളൊരു കാലത്ത് ആ 4 മനുഷ്യന്മാരെ ഒരു തുല്യ നിലയിൽ കാണാൻ ഈ ദൈവത്തിന് കഴിയുന്നില്ല. നോക്കണം നിങ്ങൾ ഈ ദൈവത്തിൻ്റെ ഒരു കുത്തിത്തിരിപ്പ്. എന്നിട്ട് ദൈവം 2 ആൾ, ഒരാൾ കൃഷിപ്പണിക്കും ഒരാൾ മറ്റേ പണിക്കും പോയി. എന്നിട്ട് ഈ കൃഷിപ്പണിക്കാരൻ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനം മറ്റേ ആൾ വളർത്തിണ്ടാക്കിയ ആടിൻ്റെ കുറവും കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ എനിക്ക് ആട്ടും കുറവ് മതി, മറ്റേത് വേണ്ടാന്ന് പറഞ്ഞിട്ട് തള്ളി. എന്നിട്ട് അവൻ ഇവനോട് അസൂയ ഉണ്ടായി, ഇവനെ കൊണ്ടുപോയിട്ട് കൊല്ലുകയാണ്. ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ദൈവത്തെ സങ്കല്പിച്ച് നോക്കൂ. ഒരു ദൈവം ഈ പണി ചെയ്യുമോ? 2 മക്കൾ മാത്രമുള്ള സമയത്ത് അവരുടെ ബലി അല്ലെങ്കിൽ അവരുടെ വഴിപാടിൽ ഒന്ന് സ്വീകരിക്കുകയും മറ്റേത് തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് അവരെ തമ്മിൽ അസൂയ ജനിപ്പിച്ച് അവരെ തമ്മിൽ കൊല്ലിക്കുന്ന പണി. ദൈവം എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച നാടകമാണ്, അത് വേറെ വിഷയമാണ്. ഇനി ദൈവം തീരുമാനിച്ച നാടകമല്ല എങ്കിൽ പോലും ദൈവത്തിന് ഇത് മുൻകൂട്ടി അറിയാം, കാരണം ദൈവം സർവ്വജ്ഞാനിയാണ്. ആ ദൈവം താനിങ്ങനെ ഈ ബലി സ്വീകരിക്കാതിരിക്കുകയും മറ്റേത് സ്വീകരിക്കുകയും ചെയ്താൽ ഇവർ തമ്മിലിങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നു, അസൂയ ഉണ്ടാവുന്നു, കൊലപാതകം നടക്കുന്നു മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഈ പണിക്ക് നിൽക്കുകയാണ് ഈ ദൈവം. ഇനി ഇസ്ലാമിലെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആദം ആരാണ്? ആദം ഒരു മനുഷ്യൻ മാത്രമല്ല, ആദം ഒരു പ്രവാചകനാണ്. പ്രവാചക പരമ്പരയിലെ ആദ്യത്തെ പ്രവാചകനായിട്ടാണ് ഖുർആനും കഥയും ആദമിനെ അവതരിപ്പിക്കുന്നത്. എന്തിനാണ് പ്രവാചകന്മാർ വരുന്നത്? എന്തിനാണ് പ്രവാചകന്മാരെ അയക്കുന്നത്? ആ കാലത്ത് ഓരോ പ്രവാചകൻ്റെയും കാലത്തുള്ള മനുഷ്യ സമൂഹത്തെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ, യഥാർത്ഥ ദൈവത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അയക്കുന്നത്. ആദം എന്ന് പറയുന്ന പ്രവാചകനെ അയക്കുമ്പോൾ ലോകത്ത് ആരുമില്ല, അയാൾ മാത്രമേ ഉള്ളൂ. പിന്നെ അയാൾക്കൊരു ഭാര്യ വന്നു, അപ്പോൾ 2 ആളായി. പിന്നെ അവർക്ക് കുട്ടികളുണ്ടായി, അങ്ങനെ 2 മക്കളുണ്ടായി. അങ്ങനെ 4 ആൾ മാത്രമുള്ള ഒരു സമയത്ത് ആ 4 ആളിൽ ഈ 2 മക്കളെ മര്യാദക്ക് ആരാധന നടത്തിക്കാനും അവരെ തമ്മിൽ അസൂയ ഉണ്ടാക്കാതെയും കൊലപാതകം പോലെയുള്ള ഒരു നിഷ്ഠൂരമായ തിന്മ ചെയ്യാതെയും അവർക്ക് മാർഗദർശനം നൽകി അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഒന്നാമത്തെ പ്രവാചകനായ ആദമിന് തന്നെ കഴിയുന്നില്ല. ആദം അവിടെ സമ്പൂർണ്ണമായി പരാജയപ്പെടുകയാണ്. 2 പേര് മാത്രമുള്ള ഒരു സമൂഹത്തിൽ ഒരു നബി വന്നിട്ട് ആ 2-ൽ ഒരാളെ കൊല്ലുന്ന അവസ്ഥയാണ് സൃഷ്ടിച്ചതെങ്കിൽ ഈ അള്ളാഹ്ക്കും ഈ നബിമാർക്കും വേറെ വല്ല പണിക്കും പോയിക്കൂടായിരുന്നോ എന്നല്ലേ നമ്മൾ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയാണ്, കെട്ടുകഥയാണ്. ആ കഥയ്ക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ഇവിടെ എന്താണ് ഖുർആൻ ഈ കഥ ഉദ്ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം? ഖുർആൻ ഇവിടെ ജൂതന്മാർക്കെതിരെ പരദൂഷണം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ കൊണ്ടുവരുന്നത്. ജൂതന്മാർ പണ്ടേ, ഇസ്രായേല്യർ എന്ന് പറയുന്ന ഈ കൂട്ടർ പണ്ടേ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ ഇസ്രായേല്യരിൽ ജനിച്ച ആദ്യത്തെ മനുഷ്യൻ, ലോകത്താകെ ഇസ്രായേല്യർ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ കഥ എഴുതിയ ആളുകളും വിചാരിച്ചിട്ടുള്ളത്. വേറെ അതിൻ്റെ അപ്പുറത്തുള്ള മനുഷ്യരെക്കുറിച്ചൊന്നും ഇവർക്ക് യാതൊരു അറിവും ബോധവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പടക്കഥ എഴുതി വെച്ചിട്ടുള്ളത്.
ആ ഇസ്രായേല്യരുടെ ആദ്യത്തെ മനുഷ്യന്മാർ തന്നെ ഇങ്ങനെയാണ് ചെയ്തത്, അസൂയാലുക്കളായിരുന്നു, അസൂയയുടെ പേരിൽ കൊലപാതകം നടത്തിയവരായിരുന്നു എന്ന കഥ ഇവിടെ പറയുന്നത് ജൂതന്മാർ അസൂയക്കാരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദിൽ വിശ്വസിക്കാൻ ജൂതന്മാർ തയ്യാറാവാതിരുന്നത് ജൂതന്മാരുടെ അസൂയ കൊണ്ടാണ് എന്നാണ് ഈ ഖുർആനിലൂടെ മുഹമ്മദ് നിരന്തരം പരദൂഷണം പറഞ്ഞത്. മക്കക്കാർ മുഹമ്മദിനെ അനുസരിക്കാതിരിക്കാൻ, മുഹമ്മദിനെ വിശ്വസിക്കാതിരിക്കാൻ കാരണം അവരുടെ പൊങ്ങച്ചവും അഹങ്കാരവുമാണ് എന്നും ഈ ഖുർആനിലൂടെ മുഹമ്മദ് പരദൂഷണം പറഞ്ഞു. വാസ്തവത്തിൽ മക്കക്കാരും ജൂതന്മാരും മുഹമ്മദിനെ വിശ്വസിക്കാതിരുന്നത് മുഹമ്മദ് പറയുന്ന മണ്ടത്തരങ്ങൾ കൃത്യമായും മണ്ടത്തരങ്ങളാണെന്ന് രണ്ടു കൂട്ടർക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അത് നമ്മൾ ഈ ചരിത്രം വായിച്ചു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ജൂതന്മാർ അവരുടെ വിശ്വാസം അനുസരിച്ച് തന്നെ മുഹമ്മദിനെ പരിശോധിച്ചപ്പോൾ മുഹമ്മദിൻ്റെ കയ്യിലൊരു ചുക്കുമില്ല എന്നും മുഹമ്മദ് പറയുന്ന മണ്ടത്തരമാണെന്നും വിഡ്ഢിത്തങ്ങളാണ് എന്നും അവർക്ക് പരീക്ഷണത്തിലൂടെ തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അവർ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞത്. മക്കക്കാരും അതുപോലെ തന്നെ മുഹമ്മദ് പറയുന്ന ബടായി അനുസരിച്ച് മുഹമ്മദിനോട് തെളിവ് ചോദിച്ചു. മുഹമ്മദ് തെളിവ് കൊടുത്തില്ല, അവർ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞു. പക്ഷേ മുഹമ്മദിന് കൂടിയ ആളുകളെ ഇവരൊക്കെ ഇങ്ങനെ കാര്യകാരണ സഹിതമാണ് മുഹമ്മദിനെ തിരസ്കരിച്ചത് എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവരൊക്കെ അസൂയ കൊണ്ടും അഹങ്കാരം കൊണ്ടുമാണ് അവരെന്നെ വിശ്വസിക്കാത്തത് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് മുഹമ്മദ് ജൂതന്മാരുടെ കെട്ടുകഥയിൽ നിന്ന് തന്നെ കഥ എടുത്തുകൊണ്ട് ജൂതന്മാർ അസൂയ കാരണമാണ് എന്നെ വിശ്വസിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കഥ കൊണ്ടെന്ന് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഈ കഥയിലെ മണ്ടത്തരങ്ങൾ എത്രയാണെന്നുള്ളത് നോക്കൂ നിങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ പ്രപഞ്ചം ഉണ്ടാക്കാൻ സിമൻറ്റും മണലും വാങ്ങാൻ പരപ്പനങ്ങാടി ചന്തയിൽ വന്നു എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള മണ്ടത്തരമാണ് ഇവിടെ. ആദ്യത്തെ മനുഷ്യൻ കൃഷിക്ക് പോയി, ആടിനെ മേക്കാൻ പോയി എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ച ശാസ്ത്രവും ചരിത്രവുമായിട്ട് ഒരു നിലക്കും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല. ഇത് മനസ്സിലാക്കിയ ആധുനിക വ്യാഖ്യാതാക്കൾ, ഇസ്ലാമിലെയും ക്രിസ്ത്യാനിറ്റിയിലെയും വ്യാഖ്യാതാക്കൾ ഉരുണ്ട് മറിഞ്ഞ് ഓട്ടയടക്കാനുള്ള ശ്രമങ്ങൾ എന്നതിൻ്റെ ഭാഗമായി ഒരുപാട് അനുബന്ധ നുണക്കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ പറയുന്നത് ആദം ആദ്യത്തെ മനുഷ്യനൊന്നുമല്ല, അതൊരു മനുഷ്യവംശത്തിൻ്റെ ആദ്യത്തെ ആൾ എന്ന അർത്ഥത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആ കാലത്ത് വേറെ മനുഷ്യന്മാരുണ്ട് എന്നൊക്കെ ബൈബിൾ കഥ തന്നെ വെച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വായിച്ച ബൈബിൾ കഥയിൽ തന്നെ ആബേലിനെ കൊന്നതിന് ശേഷം കായീന് വേറൊരു ദേശത്തേക്ക് പോവുകയും അവിടെ പെണ്ണ് കെട്ടി പാർക്കുകയും അവിടെ പട്ടണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദമിൻ്റെ 2 മക്കൾ മാത്രമല്ല അന്ന് ലോകത്തുള്ളത്, വേറെ ആൾക്കാരുണ്ട്, വേറെ പട്ടണമുണ്ട്, പെണ്ണെട്ടാൻ വേറെ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ നുണക്കഥകൾ, ഒരു പൊരുത്തവും ഇല്ലാത്ത നുണക്കഥകൾ പറഞ്ഞിട്ടാണ് ഖുർആൻ്റെ ആളുകൾ ഹദീസിലും മറ്റും വിശദീകരിച്ചിട്ടുള്ളത്. ഹദീസിലൊക്കെ പിന്നെ ഇതിന് വേറെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബലി സ്വീകരിക്കാത്തതിൻ്റെ പേരിലാണ് അസൂയ ഉണ്ടാവുന്നത് എന്നാണ് ബൈബിളിലെ കഥയിലും ഖുർആനിൽ നേരിട്ടും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ കഥയിൽ പൊരുത്തക്കേടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ കഥയ്ക്ക് അനുബന്ധ കഥകൾ രചിച്ച ആളുകൾ ഹദീസിൻ്റെ പേരിൽ വേറെ കുറേ കഥകൾ ഇതിൻ്റെ കൂടെ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ബലി സ്വീകരിക്കാത്തത് കൊണ്ടൊന്നല്ല അസൂയ ഉണ്ടായത് എന്നും, അസൂയ ഉണ്ടാവാൻ കാരണം ഇവർക്ക് 2 ആൾക്കും ഇരട്ട സഹോദരിമാരുണ്ടായിരുന്നു എന്നും, അതായത് ഹാബേലിനെ പ്രസവിച്ചപ്പോൾ കൂടെ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിരുന്നു, അതുപോലെ തന്നെ കയേനെ പ്രസവിച്ചപ്പോൾ വേറൊരു പെൺകുട്ടീനെയും പ്രസവിച്ചിരുന്നു. അങ്ങനെ 2 ട്വിൻസായിട്ടാണ് പ്രസവിച്ചത്. അതിൽ ഈ കയേനിൻ്റെ കൂടെ പ്രസവിച്ച പെൺകുട്ടി സുന്ദരിയും ആബേലിൻ്റെ കൂടെ പ്രസവിച്ച കുട്ടി അത്ര സുന്ദരി അല്ലാതെയും ഇരുന്നത് കൊണ്ട് ആദം അവരോട് എക്സ്ചേഞ്ച് ചെയ്ത് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ കയേൻ അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം കയേൻ്റെ കൂടെ പിറന്ന കയേൻ്റെ ടിൻ സഹോദരിയാണ് സുന്ദരി. അപ്പോൾ അവന് അവളെ തന്നെ കെട്ടണം, മറ്റുള്ള അത്ര സുന്ദരി അല്ലാത്തതുകൊണ്ട് അവളെ കെട്ടാൻ ഇഷ്ടമല്ല. എന്നാൽ ആദം പറഞ്ഞത് ആബേലിനോട് ഈ സുന്ദരി പെണ്ണിനെ കെട്ടാനും കയേനോട് ആ സുന്ദരി അല്ലാത്ത പെണ്ണിനെ കെട്ടാനുമാണ്. അതിൻ്റെ പേരിലാണ് അസൂയ ഉണ്ടായത് എന്നാണ് കഥ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഈ ദൈവം ചെയ്ത എന്തൊരു തമ്മാടിത്തരാണ്. ആകെ 2 മനുഷ്യന്മാരും അവർക്ക് 2 ആൾക്ക് 2 ടീൻ സഹോദരിമാരും ഉണ്ടായിട്ട് അതിൽ ഒരുത്തിയെ സുന്ദരിയായിട്ടും ഒരുത്തിയെ വിരൂപിയായിട്ടും സൃഷ്ടിച്ചിട്ട് അവരെ തമ്മിൽ അസൂയ ജനിപ്പിച്ച് കൊലപാതകത്തിലേക്ക് നയിച്ച ദൈവം കുത്തിത്തിരിപ്പിനായിട്ടാണ് ഈ പണി തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പല്ലേ അതിനകത്ത്. ഇത് ബലി സ്വീകരിക്കുന്ന കാര്യത്തിലായാലും ശരി, ഇനി ഈ
പെൺകുട്ടികൾ രണ്ടും ഒന്ന് സുന്ദരി ഒന്ന് സുന്ദരി അല്ലാത്തതുമായിട്ട് ജനിച്ചതിൻ്റെ പേരിലായാലും ശരി, ഇതിൻ്റെ രണ്ടിൻ്റെയും പൂർണ്ണ ഉത്തരവാദി ഈ ദൈവമാണ്. സർവജ്ഞാനി സർവശക്തനുമായ ദൈവം ഈ മാതിരി കുത്തിത്തിരിപ്പ് ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ആരാണ് ഇവിടെ കുറ്റക്കാരൻ? ഇനി മറ്റൊന്ന്, സദാചാരവും ധാർമ്മികതയും പഠിപ്പിക്കാനാണ് ഈ മതം, പ്രവാചകന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഥയും കൊണ്ടുവരുന്നത്. എന്ത് സദാചാരമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? ഇവിടെ രണ്ട് സഹോദരന്മാരെ കാര്യമാണ് ബൈബിളിലും ഖുർആനിലും പറയുന്നത്. അവർ കല്യാണം കഴിച്ചു എന്ന് പറയണമെങ്കിൽ അവിടെ ജീവനുള്ള ഒരു സ്ത്രീയായിട്ട് ഇവരുടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അമ്മയും മക്കളും തമ്മിൽ ബന്ധപ്പെട്ടു എന്ന് വരും എന്നതുകൊണ്ടാണ് പിന്നെ ഈ കഥയിൽ ഇല്ലാത്ത, ബൈബിളിലോ ഖുർആനിലോ നേരിട്ട് പറയാത്ത രണ്ട് പെങ്ങന്മാരെ കഥയും കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലെന്ത് സദാചാരമുള്ളത്? ഇതിന് നമ്മൾ അലിയാർ കാസിമി പറഞ്ഞ ന്യായമൊക്കെ ഇവിടെ ഉണ്ട്. അലിയാർ കാസിമി എന്താ പറഞ്ഞത്? ട്വിൻസായിട്ട് പ്രസവിച്ചാൽ മാത്രമേ പെങ്ങളാവുള്ളൂ എന്ന്. രണ്ട് സമയത്തായിട്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ, ഒരമ്മ പ്രസവിച്ചാൽ ഒരച്ഛൻ്റെ മക്കളായി ജനിച്ചാലും അവർ ആങ്ങളും പെങ്ങളും അല്ല, അതുകൊണ്ട് കെട്ടാം എന്നാണ് അലിയാർ കാസിമി ഇതിന് ന്യായമായിട്ട് പറഞ്ഞത്. ഈ ജാതി അസംബന്ധമൊക്കെയാണ് ഈ മതത്തിൻ്റെ ആളുകൾ ഇന്നും ഒരു ഉളുപ്പുമില്ലാതെ പ്രസംഗിച്ച് നടക്കുന്നത്. അപ്പോൾ ട്വിൻസായിട്ട് ഒപ്പം പ്രസവിച്ചാൽ മാത്രമേ ഇൻസെസ്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അടുത്ത കൊല്ലാണ് പെങ്ങളെ പ്രസവിക്കുന്നതെങ്കിൽ ആ പെങ്ങളെ കല്യാണം കഴിക്കാൻ മതി, ഇൻസെസ്റ്റ് അല്ല. ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ മാതിരി മണ്ടത്തരങ്ങൾ പറയുന്നത്? ഈ അള്ളാഹുവിന്, ഈ ദൈവത്തിന് മണ്ണ് കുഴച്ചിട്ട് 60 മുഴ നീളമുള്ള ആദമിനുണ്ടാക്കിയിട്ട് ആദമിനി ഹവ്വേനെ ഉണ്ടാക്കി അവരുടെ മക്കളെ പരസ്പരം ഇതുപോലെ ഇണ ചേർത്ത്, ആങ്ങളെയും പെങ്ങളും ഇണ ചേർത്ത് കുട്ടികളുണ്ടാക്കിയിട്ട് ഈ ഇൻസെസ്റ്റിലൂടെ മനുഷ്യരാശിയെ ഉൽപ്പാദിപ്പിച്ചിട്ട് സദാചാരം പറഞ്ഞ് നാണം കെടുന്നതിനേക്കാൾ എത്ര നല്ലതായിരുന്നു ആ കുഴച്ച മണ്ണുകൊണ്ട് 30 മുഴയുള്ള 2 ജോഡി ഉണ്ടാക്കിയാൽ മതിയായിരുന്നില്ലേ? എന്തേ അള്ളാഹുവിൻ്റെ തലയിൽ അങ്ങനെ ഒരു ബുദ്ധി വരാതിരുന്നത്? ഈ കഥ മെനഞ്ഞോൻ്റെ തലയ്ക്കകത്ത് കളിമണ്ണായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ ജാതി പൊട്ടത്തരം എഴുതി വെച്ചത്. ഇല്ലെങ്കിൽ ദൈവത്തിന് ഈ ഇൻസെസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കളിമണ്ണ് കൊണ്ട് 2 മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ച് 2 കുടുംബങ്ങളായിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ പോരായിരുന്നു. എന്നാൽ അവരെ തമ്മിൽ കല്യാണം കഴിച്ചാൽ ഈ പ്രശ്നം വരുമായിരുന്നോ? അതുപോലും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലാത്ത പോയി ഈ കഥ മെനഞ്ഞവർക്ക്. അതല്ലെങ്കിൽ ഈ കഥ മെനയുന്ന കാലത്ത് ആങ്ങളെയും പെങ്ങളും തമ്മിലൊന്നും അങ്ങനെ ഒരു സദാചാര ബന്ധത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആങ്ങളെയും പെങ്ങളും തമ്മിലൊക്കെ യഥേഷ്ടം ഇണചേരുകയും കുട്ടികളുണ്ടാക്കുകയും ചെയ്തിരുന്ന ഒരു പ്രാകൃത കാലത്താണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കഥയിൽ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള കല്യാണവും കുട്ടികളുണ്ടാവലും ഒക്കെ വരുന്നത്. ഞാൻ ഖുർആനിലെ ഈ വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. ആദമിൻ്റെ 2 സന്തതികളുടെ വൃത്താന്തം സത്യസന്ധമായി നീ അവരോട് അറിയിക്കുക. അവർ ഇരുവരും ഒരു ബലി അർപ്പിക്കുകയുണ്ടായി. ഒരാളുടെ ബലി അള്ളാഹു സ്വീകരിച്ചു, മറ്റേയാളുടേത് സ്വീകരിച്ചില്ല. തിരസ്കൃതൻ പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. മറ്റേയാൾ പറഞ്ഞു, ഭയഭക്തിയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഇവിടെ ഭയഭക്തി തഖ്വ ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടാമത്തവൻ്റെ ബലി സ്വീകരിക്കാതിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പ്രവാചകനായ ആദം നബി ആകെ 2 മക്കൾ മാത്രമുള്ള സമയത്ത് തൻ്റെ ദൗത്യത്തിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നല്ല എൻ്റെ അർത്ഥം. സർവശക്തനും സർവജ്ഞാനിയായ അള്ളാഹു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു നാടകത്തിന് കൂട്ടുനിന്നു എന്നല്ലാതെ വേറെന്താണ് അതിനർത്ഥമുള്ളത്? അപ്പോൾ ഈ അനുജന് അല്ലെങ്കിൽ ഈ ഏട്ടന്, ഈ കയന് ഭക്തിയില്ലാത്തവനായി പോയത് എന്തുകൊണ്ടാണ്? ഭക്തിയില്ലാത്തത് കൊണ്ടാണ് എന്ന സൂചനയാണ് ഇവിടെ പറയുന്നത്. അവന് ഭക്തിയില്ലാതായിപ്പോയത് എന്തുകൊണ്ടാണ്? ഈ 2 മക്കളെ ഭക്തി പഠിപ്പിക്കാൻ ഈ തന്തയ്ക്ക് കഴിഞ്ഞില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഈ തന്തേനെ പറഞ്ഞയച്ച ദൈവത്തിനും കഴിഞ്ഞില്ല എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ മനുഷ്യൻ്റെ തുടക്കത്തിൽ തന്നെ ദൈവം പരാജയപ്പെടുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ ഇബ്ലീസാണ് അവനെ പഴപ്പിച്ചതെങ്കിൽ, അങ്ങനെയാണല്ലോ കഥ പറയുന്നത്, ഇബ്ലീസാണ് അവനെ പഴപ്പിച്ചതെങ്കിൽ ഇബ്ലീസും അള്ളാഹും കൂടി നോക്കുമ്പോൾ അള്ളാഹുവിനേക്കാൾ ശക്തനാണ് ഇബ്ലീസ് എന്ന് വരും. തന്നെക്കാൾ ശക്തനായ ഒരു ഇബ്ലീസിനെ സൃഷ്ടിച്ചു വിട്ടത് അള്ളാഹു ആണെങ്കിൽ ഈ ഇബ്ലീസിനേക്കാൾ വലിയ പെരുഞ്ചെകുത്താനാണ് അള്ളാഹു എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ കഥയൊക്കെ ഉണ്ടാക്കിയത് അറിഞ്ഞുകൊണ്ട് അള്ളാഹു ആണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കഥയായി മാറുക? അങ്ങനെ കയീൻ ആബേലിനെ കൊല്ലും എന്ന് പറയുമ്പോൾ മറ്റേ ആൾ പറയാണ്, ആബേൽ പറയാണ്, എന്നെ കൊല്ലാനായി നീ എൻ്റെ നേരെ കൈ നീട്ടിയാലും നിന്നെ കൊല്ലാൻ ഞാൻ നിൻ്റെ നേരെ കൈ നീട്ടുകയില്ല. സർവ്വലോകനാഥനായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ നീ എന്നെ കൊല്ലാൻ വരികയാണെങ്കിലും ഞാൻ നിന്നെ കൊല്ലാനൊന്നും ശ്രമിക്കൂല, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് നിഷ്കളങ്കനായിട്ട് അവൻ പറഞ്ഞു എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ പിന്നീട് വ്യാഖ്യാതാക്കൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആത്മരക്ഷയ്ക്ക് പോലും
കൈ നീട്ടാൻ പാടില്ല എന്നും നിയമമൊന്നുമില്ല. മൗദൂദിയൊക്കെ അങ്ങനെ പറയുന്നത്, ഇങ്ങോട്ട് കൊല്ലാൻ വന്നാൽ അങ്ങോട്ട് കൊല്ലുകയാണ് വേണ്ടത്, ഇവിടെ ഈ ചങ്ങായി പറഞ്ഞൊന്നും അത്ര കാര്യമാക്കണ്ട എന്ന രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് എൻ്റെയും നിൻ്റെയും കുറ്റവുമായി നീ മടങ്ങണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ പറഞ്ഞത് ഈ ഖുർആനിൽ നിരവധി സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന തത്വത്തിന് നേരെ വിരുദ്ധമാണ്. എന്താ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരാളുടെ പാപമോ ഒരാളുടെ പുണ്യമോ മറ്റൊരാൾ വഹിക്കേണ്ടി വരില്ല, മറ്റൊരാളുടെ മേലൊരിക്കലും ഭാരമായിട്ട് വരില്ല. അവനവൻ ചെയ്തതിന് മാത്രമേ അവനവൻ ഉത്തരവാദിയാവുള്ളൂ, വേറൊരാൾ ചെയ്തതിന് മറ്റൊരാൾ ഉത്തരവാദിയാവില്ല എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞത്? നിൻ്റെ കുറ്റം മാത്രമല്ല എൻ്റെ കുറ്റങ്ങൾ കൂടി ഏറ്റെടുത്തുകൊണ്ട് നീ മടങ്ങും. ഈ ആബേൽ കായേനോട് പറഞ്ഞു എന്നാണ്. അങ്ങനെ നീ നരകക്കാരിൽ പെട്ടവനാകണമെന്നും അതാണ് അക്രമികൾക്കുള്ള പ്രതിഫലം. അപ്പോൾ ഇവിടെ കായേൻ ആബേലിൻ്റെ കുറ്റകൃത്യങ്ങൾ കൂടി വഹിക്കും എന്ന് ഒരു പ്രവചനം പോലെ ആബേലിൻ്റെ വാക്കായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖുർആനിൽ ആവർത്തിച്ച് പറയുന്ന പൊതുതത്വത്തിന് നേരെ വിരുദ്ധമാണ്. ഇത് വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യത്തെക്കുറിച്ചൊക്കെ റാസിയെ പോലുള്ള ആളുകൾ ഒരുപാട് തർക്കങ്ങൾ ഉന്നയിച്ച് തഫ്സീറിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഖുർആനിലെ 6-ാമത്തെ അധ്യായമായ അൻആമിൽ 164-ാമത്തെ വാക്യമാണിത്. പറയുക, രക്ഷിതാവായിട്ട് അല്ലാഹുവല്ലാത്തവരെ ഞാൻ തേടുകയോ? അവനാകട്ടെ മുഴുവൻ വസ്തുക്കളുടെയും രക്ഷിതാവാണ്. ഏതൊരാളും ചെയ്തു വെക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം അയാൾക്ക് മാത്രമായിരിക്കും. ഭാരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കുന്നതല്ല. നോക്കൂ, ഏതൊരാളും ചെയ്തു വെക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം അയാൾക്ക് മാത്രമായിരിക്കും. ഭാരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരാളുടെ ഭാരം ചുമക്കുന്നതല്ല. ഇത് കൃത്യമായിട്ട് 6-ാം അധ്യായത്തിലെ 164-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതേ കാര്യം 17-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ, 35-ലെ 18-ൽ, 53-ലെ 38-ൽ, 39-ലെ 7-ൽ ഒക്കെ ഇതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. ഒരാളുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ ഒരാളുടെ പുണ്യങ്ങളോ മറ്റൊരാൾ വഹിക്കേണ്ടി വരില്ല. ഓരോരുത്തർക്കും അവരവർ ചെയ്തതിൻ്റെ മാത്രം പ്രതിഫലമേ ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് ആവർത്തിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് നേരെ വിരുദ്ധമായ ഒരു വാദമാണ് ഇവിടെ ആബേലിൻ്റെ വാക്കുകൾ എന്ന രൂപത്തിൽ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. പ്രകടമായ വൈരുദ്ധ്യം. അങ്ങനെ തൻ്റെ സഹോദരനെ വധിക്കാൻ സ്വമനസ്സ് അവന് പ്രേരണയേകി. അവിടെ കൊല്ലാൻ പ്രേരണയായത് സ്വന്തം മനസ്സാണ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ അതും ഖുർആൻ്റെ വിരുദ്ധമാണ്. മനുഷ്യനെ കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരണ ആകുന്നത് ദൈവം തന്നെയാണ്, അള്ളാഹു തന്നെയാണ് എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇബ്ലീസാണ് എന്നും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. മറ്റു ദൈവങ്ങളാണ് എന്ന് വേറെ ചിലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈരുദ്ധ്യങ്ങളുടെ ഒരു എട്ടുകാലി വലയാണ് ഖുർആൻ എന്നർത്ഥം. വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അനേകം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് വല നെയ്തുണ്ടാക്കിയ ഒരു സാധനമാണ് ഖുർആൻ. അവൻ അദ്ദേഹത്തെ വധിക്കുകയും തൽഫലമായി നഷ്ടക്കാരിൽ പെടുകയും ചെയ്തു. അങ്ങനെ ഇവൻ കൊണ്ടുപോയിട്ട് കൊന്നു. ഒടുവിൽ തൻ്റെ സഹോദരൻ്റെ മൃതദേഹം എങ്ങനെ മറവ് ചെയ്യണമെന്ന് അവന് കാണിച്ചു കൊടുക്കാൻ നിലം മാന്തി കുഴിയുണ്ടാക്കുന്ന ഒരു കാക്കയെ അള്ളാഹു അയച്ചു. അവൻ പറഞ്ഞു, അഹോ കഷ്ടം, ഈ കാക്കയെപ്പോലെയെങ്കിലും ആവാനും അങ്ങനെ എൻ്റെ സഹോദരൻ്റെ മൃതദേഹം മറവ് ചെയ്യാനും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ അവൻ ഖേദക്കാരുടെ ഗണത്തിലായി. സ്വന്തം സഹോദരനെ കൊന്നപ്പോൾ ഇല്ലാത്തൊരു ഖേദം ആ ശവം മറവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുണ്ടായി എന്നാണ്. ഇത്രയും പരന്ന് വിശാലമായി കിടക്കുന്ന ഈ ഭൂമിയിൽ ആകെ 2 മനുഷ്യന്മാർ മാത്രമുള്ള കാലത്ത് ഒരാൾ ചത്താൽ അത് മറവ് ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്താ പ്രശ്നമുള്ളത്? ആ ശവം മറവ് ചെയ്യലൊക്കെ അന്നത്തെ ഒരു വലിയ ഇഷ്യൂ ആണ്. ഇതൊക്കെയാണ് വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ശവം മറവ് ചെയ്യുക എങ്ങനെയാണെന്ന് അറിയാണ്ട് മൂപ്പര് കാത്തു നിൽക്കുമ്പോൾ ഒരു കാക്ക വന്നിട്ട് കാണിച്ചു കൊടുത്തു എന്നാണ്. മണ്ണിങ്ങനെ കുഴിച്ചിട്ടതിൽ ശവം മൂടുന്നത് എങ്ങനെയാണെന്നുള്ളത്. വേറൊരു കാക്കേനെ കൊന്നിട്ട് എന്നും കൂടെ കഥകളിൽ പറയുന്നുണ്ട്. കാരണം ഈ ഒന്നാമത്തെ ആൾക്ക് വേറൊരാളെ കൊല്ലാൻ പറ്റും എന്നുള്ള വിവരം എവിടുന്നാണ് കിട്ടിയത്? അതും കാക്ക വന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അത് പറയുന്നില്ല, ഖുർആനിൽ അത് പറയുന്നില്ല. ഖുർആനിൽ മറവ് ചെയ്യാൻ കാക്ക ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കൊല്ലാനുള്ള വിവരം എവിടുന്നാണ് കിട്ടിയത്? 2 മനുഷ്യന്മാർ മാത്രമല്ല, അല്ലെ 4 മനുഷ്യന്മാർ മാത്രമുള്ളൊരു സമയത്ത് ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയും എന്ന അറിവ് മനുഷ്യനുണ്ടെങ്കിൽ ആ അറിവുള്ള മനുഷ്യന് ഈ കൊന്ന ശവം എന്ത് ചെയ്യണം എന്നുള്ള അറിവുണ്ടാവില്ലേ? അത് രണ്ടും കാക്ക പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ മനുഷ്യന് കൊല്ലാനും അറിയില്ലായിരുന്നു, കൊന്നത് കുഴിച്ചിടാനും അറിയില്ലായിരുന്നു എന്ന്.
അപ്പോൾ അസൂയ കൊണ്ട് ഒരു സഹോദരൻ, ആദ്യത്തെ സഹോദരന്മാർ തന്നെ പരസ്പരം കൊലപാതകം നടത്തി എന്ന കഥ പറഞ്ഞുകൊണ്ട് ജൂതന്മാർക്ക് തന്നോട് ഭയങ്കര അസൂയയാണ്, അതുകൊണ്ടാണ് ജൂതന്മാർ തൻ്റെ മതം സ്വീകരിക്കാത്തത് എന്ന് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഒപ്പം ജൂതന്മാർക്കെതിരെ ഈ പരദൂഷണം ആവർത്തിച്ചുകൊണ്ട് ജൂതവിരോധം ആളിക്കത്തിക്കുകയാണ് ഇവിടെ. ഇത്രയാണ് ഈ കഥ പറച്ചിലുകൊണ്ട് മുഹമ്മദ് അന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു കഥയിലുണ്ടായിരിക്കേണ്ട ഒരു സാമാന്യ യുക്തി അതുപോലും ഇല്ലാത്ത, കൊച്ചുകുട്ടികൾ പോലും കേട്ടാൽ ചിരിച്ച് തള്ളിക്കളയുന്ന വെറും പൊട്ടക്കഥകളാണ് ഈ മതഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തമാണ് ബൈബിളിലും ഖുർആനിലുമായി ഈ ആവർത്തിച്ചിട്ടുള്ള കഥ. ഇത് സൃഷ്ടികഥ മുതൽ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്ന കഥയിലെല്ലാം ഇതുപോലെയുള്ള അങ്ങേയറ്റം വഷളായിട്ടുള്ള, നിലവാരം കുറഞ്ഞ, ബാലിശമായ, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ പൊട്ടക്കഥകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് പോലും ഒരു ദൈവം ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയിട്ടുള്ള കിതാബ്. അടുത്ത വാക്യം ഇതിൻ്റെ തുടർച്ചയായി തന്നെ വരുന്ന ഒരു വാക്യമാണ്. ആ വാക്യങ്ങളിൽ സാധാരണ മുസ്ലിം നേതാക്കന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മളെ നാട്ടിലൊക്കെ ഇസ്ലാം ഭയങ്കര സംഭവമാണെന്നും സമാധാനത്തിൻ്റെ മതമാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി കൊട്ടിഘോഷിക്കാറുള്ള ഒരു സാധനം ഉണ്ട്. അതെങ്ങനെയാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയിട്ട് നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് അടുത്ത വാക്യം വിശദീകരിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം.